തമിഴ്നാട് രാഷ്ട്രീയത്തെയും ഒപ്പം ഡൽഹിയിലെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെയും ഒരേപോലെ പിടിച്ചുലച്ച കനത്തൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് ഇന്നലെ ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. തമിഴ്നാട്ടിലെ സിംഗം എന്ന് ബി.ജെ.പിയുടെ IT സെല്ലുകാരും നവമാധ്യമങ്ങളും ഒന്നടങ്കം പുകഴ്ത്തിപ്പാടിയ മുൻ IPS ഉദ്യോഗസ്ഥൻ കെ അണ്ണാമലൈ ഒടുവിൽ ബി.ജെ.പിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അണ്ണാമലൈ ഇപ്പോൾ ദില്ലിയിൽ എത്തിയിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തമായി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന നിർണായക സൂചനകളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും പുറത്തു വരുന്നത്. ബി.ജെ.പിയുമായി പൂർണ്ണമായി അകന്ന അദ്ദേഹം ദേശീയ തലസ്ഥാനത്തെത്തി സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കാൻ ഒരുങ്ങുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഫാസിസ്റ്റ് ആശയങ്ങൾക്കും വർഗീയ രാഷ്ട്രീയത്തിനും ദ്രാവിഡ മണ്ണിൽ ഒരു കാലത്തും സ്ഥാനമില്ലെന്ന് തമിഴ് ജനത ബി.ജെ.പിയെ വീണ്ടും ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി പാർട്ടിയെ വളർത്താൻ നോക്കിയ അണ്ണാമലയെ ഒടുവിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം തന്നെ ചവിട്ടി പുറത്താക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ അണ്ണാമലയും ബി.ജെ.പിയും തമ്മിൽ സംഭവിച്ചത്? അണ്ണാമലൈ ദില്ലിയിൽ എത്തിയതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അടിത്തറയില്ലാത്ത ബി.ജെ.പി. രാഷ്ട്രീയത്തിന് ദ്രാവിഡ മണ്ണ് നൽകിയ ആ കനത്ത തിരിച്ചടിയെക്കുറിച്ച് നമുക്ക് കൃത്യമായി വിശകലനം ചെയ്യാം. തമിഴ്നാട്ടിൽ ബി.ജെ.പിയെ വലിയൊരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചാണ് അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. അതിനായി അദ്ദേഹം തമിഴ്നാട്ടിലുടനീളം വലിയ പദയാത്രകൾ നടത്തി. മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി. ഒറ്റയ്ക്ക് മത്സരിച്ച ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ വോട്ട് ശതമാനം 3% നിന്ന് 11% ഉയർത്താൻ കഴിഞ്ഞു എന്നത് ശരിയാണ്. എന്നാൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വേണ്ടത് വോട്ട് ശതമാനമല്ല, മറിച്ച് പാർലമെന്റിലും നിയമസഭയിലും ഇരിക്കാൻ സീറ്റുകളാണ്. വോട്ട് ശതമാനം എത്ര കൂടിയാലും ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിയാത്ത വട്ടപൂജ്യം അവസ്ഥയാണ് ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ ഉണ്ടായത്. വെറും വോട്ട് കൂട്ടിയിട്ട് ഡൽഹിയിൽ ഭരണം പിടിക്കാൻ കഴിയില്ലെന്ന ലളിതമായ കാര്യം ബി.ജെ.പിയുടെ അണികൾക്ക് പോലും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. വോട്ട് ശതമാനം കൂട്ടി അണ്ണാമലൈ വ്യക്തിപരമായി വലിയ നേതാവാകാൻ നോക്കേണ്ടെന്നും തങ്ങൾക്ക് അടിയന്തരമായി സീറ്റുകളാണ് വേണ്ടതെന്നും കേന്ദ്ര നേതൃത്വം കർശനമായി നിലപാടെടുത്തു. കേവലം പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന അണ്ണാമലൈയുടെ രാഷ്ട്രീയ ശൈലിയെ കേന്ദ്ര നേതൃത്വം പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു. ഇത് അണ്ണാമലയിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയത്. അണ്ണാമലയെ ഒതുക്കാൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം സ്വീകരിച്ച വഴി അങ്ങേയറ്റം നാണം കെട്ടതായിരുന്നു. തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടണമെങ്കിൽ അവിടുത്തെ പ്രധാന ദ്രാവിഡ കക്ഷിയായ AIADMKയെ കൂട്ടുപിടിക്കണമെന്ന് ബി.ജെ.പി. തീരുമാനിച്ചു. എന്നാൽ മുൻപ് AIADMK നേതാവ് എടപ്പാടി പളനിസ്വാമിയും അണ്ണാമലയും തമ്മിൽ അതിരൂക്ഷമായ വാക്പോരായിരുന്നു നടത്തിയത്. പരസ്പരം പറയാവുന്നതും പറയാൻ കൊള്ളാത്തതുമായ സകല കാര്യങ്ങളും അവർ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്ത് വെച്ചുകൊണ്ട് ബി.ജെ.പിയുമായി യാതൊരു സഖ്യത്തിനുമില്ലെന്ന് എടപ്പാടി പളനിസ്വാമി കടുത്ത നിലപാടെടുത്തു. തൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് മുന്നിൽ ഡൽഹി നേതൃത്വം തലകുനിക്കുന്നത് അണ്ണാമലയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. തുടർന്ന് അണ്ണാമലയെ വെട്ടിനിരത്താൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കളിച്ച കളി വിചിത്രമായിരുന്നു. തമിഴ്നാട്ടിൽ ഇത്തരം പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നതിൽ വിരുദ്ധയായ മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജനെ അവർ തിരികെ കൊണ്ടുവന്നു. സീറ്റ് കച്ചവടവും സാമ്പത്തിക ഇടപാടുകളും നടത്തുന്ന ഇത്തരം നേതാക്കളെ തിരികെ കൊണ്ടുവന്നത് അണ്ണാമലയെ അങ്ങേയറ്റം ശ്വാസം മുട്ടിച്ചു. ഒടുവിൽ അണ്ണാമലയെ മാറ്റി നൈനാൾ നാഗേന്ദ്രനെ പുതിയ അധ്യക്ഷനാക്കി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വണ്ടിയിൽ നിന്ന് കോടികളുടെ കുഴൽപ്പണം പിടിക്കപ്പെട്ട ചരിത്രമുള്ള നേതാവാണ് ഈ നൈനാർ നാഗേന്ദ്രൻ. ആദർശം പ്രസംഗിക്കുന്ന ഒരു പാർട്ടി അഴിമതിക്കാരെയും കുഴൽപ്പണക്കാരെയും മുന്നിൽ നിർത്തി അവസരവാദ രാഷ്ട്രീയം കളിച്ചപ്പോൾ ബി.ജെ.പി. തമിഴ്നാട്ടിൽ അമ്പേ പരാജയപ്പെട്ടു. ഒരു സാധാരണ പ്രാദേശിക പാർട്ടിയേക്കാൾ അധപ്പതിച്ച അവസ്ഥയിലാണ് ഇന്ന് ബി.ജെ.പി. ഇത്തരം അഴിമതിക്കാരായ നേതാക്കളുടെ കീഴിൽ പ്രവർത്തിക്കാൻ ഒരു മുൻ IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലയുടെ അഹംഭാവം അനുവദിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അണ്ണാമലൈ ബി.ജെ.പി. വിടുന്നു എന്ന വാർത്ത വന്നപ്പോൾ അത് വെറും സമ്മർദ്ദ തന്ത്രമാണെന്ന് കരുതിയ ബി.ജെ.പി. നേതാക്കൾ അമിത്ഷായുടെ
വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയോടെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. തന്റെ രാഷ്ട്രീയ നിലപാടുകളും തമിഴ്നാട്ടിൽ താൻ ചെയ്ത പ്രവർത്തനങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള 5 പേജുള്ള വിശദമായ കത്താണ് അദ്ദേഹം നേതൃത്വത്തിന് നൽകിയത്. തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം നിലവിലെ നേതൃത്വം കാണിച്ച വൻ അഴിമതികളും പാളിച്ചകളും ഈ കത്തിൽ അണ്ണാമലൈ തുറന്നടിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതോടെ അണ്ണാമലയെ അനുനയിപ്പിക്കാൻ BJP കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അദ്ദേഹത്തെ കേന്ദ്രത്തിൽ പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനോടൊപ്പം കോർ ടീമിലേക്ക് കൊണ്ടുവരാനും രാജ്യസഭ വഴി പാർലമെന്റിൽ എത്തിക്കാനും BJP തയ്യാറാണ്. എന്നാൽ കേവലം പദവികൾക്ക് വേണ്ടി നിലപാട് മാറ്റുന്ന ആളല്ല താനെന്നും പുതിയൊരു രാഷ്ട്രീയ മാതൃക സൃഷ്ടിച്ച് തമിഴ് മണ്ണിലേക്ക് മടങ്ങാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അണ്ണാമലൈ വ്യക്തമാക്കുന്നു. സാധാരണയായി ഒരു നേതാവ് പാർട്ടി വിടുമ്പോൾ ചീത്ത വിളിച്ച് പോകുന്ന ശൈലിക്ക് പകരം BJPയുടെ അടിത്തറ ഇളക്കുന്ന മാന്യമായ യാത്ര പറച്ചിലിനാണ് അണ്ണാമലൈ ഒരുങ്ങുന്നത്. ഇത് BJP കേന്ദ്ര ക്യാമ്പിനെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നുണ്ട്. അണ്ണാമലൈയുടെ കടുത്ത പരാതികളെ തുടർന്ന് തമിഴ്നാട് BJPയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രനെ അടിയന്തരമായി ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം. അണ്ണാമലൈ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാക്കാനാണ് ഈ നീക്കം. ആദർശം പ്രസംഗിക്കുന്ന BJP ഇത്തരം അഴിമതിക്കാരെയും കുഴൽപ്പണക്കാരെയും മുന്നിൽ നിർത്തി AIADMKയുമായി അവസരവാദ സഖ്യമുണ്ടാക്കിയതാണ് അണ്ണാമലയെ ചൊടിപ്പിച്ചത്. അണ്ണാമലൈ കഷ്ടപ്പെട്ട് തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ വഴി വെട്ടിത്തുറക്കാൻ നോക്കി എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ കൗതുകകരമായ കാര്യം അണ്ണാമലൈ കഷ്ടപ്പെട്ട് വെട്ടിയ ആ വഴിയിലൂടെ വളരെ കൃത്യമായി നടന്നു കയറിയത് മറ്റാരുമല്ല, തമിഴക വെട്രിക്കഴകം എന്ന പുതിയ പാർട്ടിയുമായി വന്ന സിനിമാ താരം ജോസഫ് വിജയാണ്. അണ്ണാമലൈ ഉണ്ടാക്കിയ രാഷ്ട്രീയ ചലനങ്ങളെയും ഭരണവിരുദ്ധ വികാരത്തെയും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരെ എത്തിക്കഴിഞ്ഞു. മറ്റൊരാൾ അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണിൽ വിജയ് വിളവെടുത്തു എന്ന് ചുരുക്കം. എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ട അണ്ണാമലൈക്ക് ഒടുവിൽ BJPയിൽ ശ്വാസം മുട്ടൽ മാത്രമാണ് മിച്ചമുണ്ടായത്. കേന്ദ്രത്തിൽ വലിയ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞ് ഡൽഹി നേതൃത്വം മോഹിപ്പിച്ചിരുന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തിന് ഒന്നും നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ അദ്ദേഹം തന്റെ ഔദ്യോഗിക രാജി സമർപ്പിച്ചതും ഇപ്പോൾ ദില്ലിയിൽ എത്തിയിരിക്കുന്നതും. നിലവിലെ സൂചനകൾ അനുസരിച്ച് അണ്ണാമലൈ മക്കൾ ശക്തി ഇയക്കം എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആദർശ രാഷ്ട്രീയവും യുവാക്കളുടെ ഒരു വലിയ സൈന്യത്തെയും ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇത് BJPയോടുള്ള കടുത്ത അമർഷത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് വ്യക്തം. തമിഴ്നാട്ടിലെ സ്വന്തം അനുയായികളെയും യുവാക്കളെയും ഒപ്പം നിർത്തിക്കൊണ്ട് വലിയൊരു ശക്തിയായി മാറാനാണ് അണ്ണാമലൈയുടെ നീക്കം. ചിലർ ചിന്തിക്കുന്നത് അണ്ണാമലൈ ഇനി വിജയിയുടെ TVK പാർട്ടിയിലേക്ക് പോകും എന്നാണ്. എന്നാൽ അതൊരിക്കലും സംഭവിക്കില്ല. കാരണം വിജയിയുടെയും അണ്ണാമലൈയുടെയും രാഷ്ട്രീയ സ്വഭാവവും ആശയങ്ങളും തീർത്തും വ്യത്യസ്തമാണ്. വിജയ് ആരുമായും തർക്കത്തിന് പോകാതെ പക്വതയോടെ പോസിറ്റീവ് രാഷ്ട്രീയം കളിക്കുമ്പോൾ അണ്ണാമലൈക്ക് BJPയുടെ തീവ്ര ഹിന്ദുത്വ ലൈനിൽ നിന്ന് പൂർണ്ണമായി മാറാൻ പെട്ടെന്ന് കഴിയില്ല. ഇരുവരും 2 വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് നിലകൊള്ളുന്നത്. ചുരുക്കത്തിൽ ദ്രാവിഡ മണ്ണിൽ വർഗീയതയും കുഴൽപ്പണ രാഷ്ട്രീയവും അവസരവാദ സഖ്യങ്ങളും ഇറക്കി അധികാരം പിടിക്കാമെന്ന് മോഹിച്ച അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അണ്ണാമലൈയുടെ ഈ രാജിയും പുതിയ പാർട്ടി നീക്കങ്ങളും. സ്വന്തം പാർട്ടിയിലെ കരുത്തനായ ഒരു നേതാവിനെ പോലും അന്തസ്സോടെ കൂടെ നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് BJP തകർന്നിരിക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ അടിച്ചേൽപ്പിക്കലുകൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നേതാവ് പടിയിറങ്ങുമ്പോൾ അത് BJPയുടെ ആഭ്യന്തര ജനാധിപത്യമില്ലായ്മയാണ് തുറന്നു കാട്ടുന്നത്. ഫാസിസ്റ്റ് ശക്തികൾക്ക് ജനവിരുദ്ധ നയങ്ങളുമായി ദീർഘകാലം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് തമിഴ്നാട് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കാതെ ഡൽഹിയിലിരുന്ന് റിമോട്ട് കൺട്രോൾ രാഷ്ട്രീയം കളിച്ചാൽ ഇന്ത്യൻ ജനത അത് തൂത്തെറിയും എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണിത്. ഇതേ പതനവും ആഭ്യന്തര കലഹങ്ങളുമാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇന്ത്യയൊട്ടാകെ BJPയെ കാത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.